أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ഇസത്തെ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിലെ വിധി നിഷേധത്തെ നല്ലപോലെ പഠിച്ചിട്ട് ജീവിതത്തിൽ പാലനാക്കിയിട്ട് അവസാന റൂഹ് പോണ്ടവിട്ടോത്തെ കലിക്കത്തോറും തഖ്വയുള്ളതായിട്ട് ജീവിക്കുന്നു ചൊല്ലുന്ന വസിയത്ത് സ്വന്തം നഫ്സിനൊട്ടിക്കും ഇങ്ങനെ ഓരോരുത്തരൊട്ടിക്കും ഞാൻ വസിയത്താക്കിയിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ജീവിക്കുന്നവരോട് കാണും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മുത്തഖിയായിട്ട് ജീവിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ ഞങ്ങളെടുത്ത് മരിച്ചുപോയി എല്ലാ ആത്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തുൽ ഫിർദൗസ് സ്വർഗ്ഗത്തിൽ ഒന്നാക്കി തരട്ടെ സഹോദരന്മാരെ ഒരു വസീല സന്ദർഭത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒന്നായിട്ട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയാക്കിയതുപോലെ പെരുന്നാൾ ഈദുൽ അദ്ഹ തഖബ്ബല അല്ലാഹു മിന്നാ വമിൻകും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്നും ഞങ്ങളിൽ സ്വാലിഹായ അമലുകളെ അല്ലാഹു സ്വീകരിക്കട്ടെ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിൽ നമുക്ക് പഠിപ്പാട്ടിയ ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തിൽ വന്ന ടൈമിൽ അവിടുത്തെ മക്കളെല്ലാം കൽച്ചോത്തും പൊസിബിട്ടോ ദിക്കരെ പോയി സന്ദർഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേട്ടിച്ചു ഇന്നത്തെ നാളെ പ്രത്യേകത എന്ത് അപ്പം അങ്ങ് ചൊന്നോറ് ഞങ്ങൾ ഇങ്ങനത്തെ ജഗ്രി കൊസിരനാൽ ജാഹിലിയത്തിൽ കളിച്ചൊന്നും കൊസിബെട്ടോ തിന്നാ ചൊന്നു അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതിൽ قد أبدلكم الله بهما خيرا منهما يوم الأضحى ويوم الفطر الله سبحانه وتعالى നിങ്ങൾക്ക് കൊസിബെടുക്കൂ ഇതിക്ക് ബദലായിട്ട് ജഗ്രി നാളെ തന്ത്രാൻ അതിൽ വന്നിട്ട് യൗമുൽ അദ്ഹ പെരുന്നാൾ വലിയ പെരുന്നാൾ ബലി അറുത്ത് കൊടുക്കുന്ന പോലത്തെ ആ നാൾ അതേപോലെ ഈദുൽ ഫിത്തർ റമദാനിൽ അവസാനം ഷവ്വാലിലെ ഫസ്റ്റത്തെ പെരുന്നാളെത്തിക്കുന്നത് ഈ രണ്ട് പെരുന്നാളെത്തിക്കുന്നത് ഇതല്ലാതെ മൂന്നാമത്തെ ഒരു ഈദ് ഇസ്ലാമിലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് ഈദിന്റെ വിഷയത്തിൽ പലക്ക് പറഞ്ഞപ്പോൾ ഇത് എന്തെല്ലാം സുന്നത്തുണ്ടോ ചൊല്ലുന്ന വിഷയത്തിൽ നമുക്ക് പഠിപ്പാടി തന്ന് നിങ്ങൾ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരും അതേപോലെ നിങ്ങൾ
ರಸ್ತೆ ತೀರು ಈಗ ಬಂಡೆ ತೀರು ಬಂಡೆ ಹೊರ್ತಿರ್ಲು ಬಂದಂತಾಗಿ போண்டே ஒருத்தர் சுன்னத்தை திக்கிற சொல்றது படிப்பாடுத்து நபி ஸல்லல்லாஹு அலைஹி வஸல்லம் ஈதுல் ஃபித்ருக்கு வரும்போது ಎಂತಾಯಿಗೆ ತಿಂಡದು ಬಂಡೆದು ಸುನ್ನತೆ ಜೊತೆ படிப்பாடுத்து ஈதுல் அத்ஹாக்கு வரும்போது ಇಸ್ಕಚಿತ ವಿದಾಯಲ್ ಬಿಡ ತಿನ್ನದು ಸುನ್ನತೆ சொல்றது படிப்பாடுத்து புதிய Dress ಇಡ್றது படிப்பாடுத்து எல்லாத்தையும் வெளி ಈ പെരുന്നാളിനതിൽ അല്ലാഹുവെ തക്ബീറാത്ത് ചൊല്ലവും അല്ലാഹുവെ പ്രകീർത്തനാക്കവും പഠിപ്പാടുത്ത് ചൊല്ലതായിരിക്കണം. അപ്പോൾ ഇതല്ലാത്ത മൂന്നാമത്തെ ഒരു ഈദ് നമുക്ക് കാണാൻ സാധ്യമല്ല. അത് ജന്മദിനാചരണ പേരിലാവും ഏതൊരു വിഷയത്താവട്ടെ അതുപോലെ സുന്നത്തായ കാര്യങ്ങൾ എണ്ണി നോക്കിയെത്തായെങ്കിൽ എത്രയുണ്ടോ ചൊന്നെത്തായെങ്കിൽ ഒന്നുമില്ല ചൊല്ലതായിരിക്കണം. ഈദുൽ അദ്ഹ ഈദുൽ ഫിത്ർ ഉടകിത്തീർത്ത്. അപ്പോൾ ഇത് ഇസ്ലാമിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയാക്കിയതായിരിക്കും ചൊല്ലുന്നത് മനസ്സിലാക്കണം. ഈ രണ്ട് ഈദിന് പേരും ബാക്കിന്റെ അന്യധർമ്മത്തെ ആളുമാരെ ആഘോഷത്തെ പോലെ അള്ളാഹ് ആഘോഷം. ഒരു ഗൗജികത്തലില്ല, ഒരു ബൊബ്ബയില്ല, ഒരു റോഡ് ബ്ലോക്ക് ഇല്ല, ഒരു സ്ട്രൈക്ക് ഇല്ല, എന്തും ഇല്ലാത്ത നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കീർത്തന അല്ലാഹുവിന്റെ തക്ബീർ ചൊല്ലുന്നതായിരിക്കും നമുക്ക് ഈ ഈദിൽ കാണാൻ സാധ്യമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദ് റമദാൻ തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ശവ്വാൽ ഈദ് പണ്ട് ആ ടൈമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് നമുക്ക് സൂറത്തുൽ ബഖറയിൽ കാണാം. യുരീദുല്ലാഹു ബികുമുൽ ഉസ്ർ വയുരീദുല്ലാഹു ബികുമുൽ യുസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുലഭമാക്കുകയായിരിക്കും ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കഷ്ടത്തിലാക്കാൻ ഉദ്ദേശിക്കില്ല. നിങ്ങൾ നോമ്പരെ നിങ്ങൾ ആ ഒരു തുക്മിലുൽ ഇദ്ദത അതിനെ പൂർത്തിയാക്കണം. അതേപോലെ വലുതുകബ്ബിറുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കീർത്തനരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്തരത്തെ നിങ്ങൾ പ്രകീർത്തനാക്കൂ, തക്ബീർ ചൊല്ലൂ. അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്മാർഗ്ഗ ആക്കിയതിനെ വേണ്ടി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്റുള്ളതായിട്ട് തീരുകയാവും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ വിഷയത്തെ ചൊല്ലുന്ന ടൈമിലും അതേപോലെ ഈ ഈദുൽ അദ്ഹ അതേ ഹജ്ജിലെ ഈ സന്ദർഭം ഇന്നത്തെ നാൾ സാധാരണ ഹാജിമാർ അറഫ ഇന്നാലെ അങ്ങനത്തെ യൗമുൻ നഹർ ആയത് അല്ലേ. അങ്ങനെ അറഫ നോമ്പ് പിടിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുആ നട. അതേപോലെ ഈ മഹത്തരമായ ദുൽഹജ്ജ് 10 ആ ഒരു യൗമുൻ നഹർ അത് അർക്കറബത്തെ ബലി അർക്കറബത്തെ നാളെ ഈദുൽ അദ്ഹ ഹജ്ജുൽ അക്ബർ. ആ ഹജ്ജ് വലിയ അണ്ടത്തെ നാളിൽ മഹാനെല്ലാ ഹാജിമാരും മുസ്ദലിഫത്തിൽ നിന്ന് ജാവർക്ക് തെച്ചിട്ട് സുബൈഗെച്ചൽ പിന്നെ ജമറാത്തുൽ അഖബത്തേക്ക് 7 കല്ലുകൾ എറിഞ്ഞിട്ട് അതിൽ പിന്നെ അങ്ങനെ തലയുടെ മുടിയെല്ലാം എടുത്ത് കംപ്ലീറ്റ് എടുത്തിട്ട് അതിൽ പിന്നെ ബലി എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ ഭവനത്തിൽ പോയിട്ട് തവാഫും ഹജ്ജിലെ തവാഫും സഈമായിട്ട് തീരുന്നപോലെ മഹത്തരമായ കാര്യങ്ങൾ ആ ദുൽഹജ്ജ് 10 നടക്കുന്നതായിരിക്കും. അതിന്റെ പേര് ഹജ്ജുൽ അക്ബർ. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ മുസ്ലിമീങ്ങൾ എല്ലാവരും ആ നാൾ സ്മരിക്കാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തക്ബീറിനെ ഗുണഗാനാക്കി ദിക്റാറ് ചൊല്ലുന്നത് മനസ്സിലാക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാൽ വയദ്കുറുല്ലാഹ ഫി അയ്യാമി മഅലൂമാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയപ്പെട്ട നാൾ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ എടുക്കറോ നെനപ്പാക്കറോ സ്മരിക്കറോ ചൊല്ലതായിരിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലേ അയ്യാമുൽ മഅലൂമാത് ചൊല്ലതായ അയ്യാമുൽ അശ്റ ഈ 10 നാളെ ദിക്ർ ചൊല്ലത്. അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങളെ പെരുന്നാൾ നോക്കിയെത്തായെങ്കിൽ ഞങ്ങളെ ആഘോഷം നോക്കിയെത്തായെങ്കിൽ എല്ലാ ധർമ്മത്തെയും അതിന് വിരുദ്ധമായി ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ഹിറഹു അല ദീനി കുല്ലിഹി. എല്ലാ ധർമ്മത്തെ മേൽ അതിജയിച്ചിട്ടുള്ള ദീനെ ദിക്ർ ഇസ്ലാം. ഇസ്ലാം പഠിപ്പാട്ടിനെ പോലെ ആചാര കർമ്മങ്ങൾ ആഘോഷങ്ങൾ ഭാരി ചന്തം അത് എല്ലാ കാലഘട്ടത്തിലും പ്രാക്ടിക്കലായിട്ടും അതിൽ ഒന്ന് യാരും കൊറടി ആവാത്ത അത് അതുപോലെ നിലനിന്നതായിട്ട് നമുക്ക് കാണുന്നത് സാധ്യമാവുക. ഈ ഈദ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയാക്കിയ പോലെ ഈദ് നമുക്ക് തന്റെ പോലത്തെ സന്ദേശ കേന്ദ്രം ചൊല്ലുന്നത് ഞങ്ങൾ പഠിക്കുക. ഒന്നാമത്തേത് ഇത് തൗഹീദിന്റെ സന്ദേശം നമുക്ക് തന്നെ എവിടെ നോക്കിയെത്തായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണഗാനം ദിക്ർ അല്ലേ. അറഫ മൈതാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ഖൈറു ദുആഉൽ അറഫ എന്തേ അഫ്ദൽ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി. ഞാൻ കണ്ട് കഴിഞ്ഞു പോയ പോലത്തെ എല്ലാ നബിമാരും ചൊന്നതിൽ വെച്ച് ഈ നല്ല ബർക്കത്തിനെ ചൊല്ലുന്നതായെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി
ഖദീർ. നോക്കൂ, ആരാധനകൾ അർഹനായിട്ട് അല്ലാഹു അല്ലാതെ നയിച്ച അന്യ ആരാധ്യനുമില്ല. വഹ്ദഹു, അവൻ ഏകനായിരിക്കുകയാണ്. ലാ ശരീക ലഹു, അവൻ ഒരൊന്നാമത്തെ ഒരു ഭാഗീദാരുമില്ല. ലഹുൽ മുൽക്ക്, അവന്റെ ആധിപത്യ. വലഹുൽ ഹംദ്, അവന്റെ സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും മേലും ഖുദ്റത്ത് വയ്ക്കുന്നവനായിരിക്കുകയാണ്. ചൊല്ലതായിരിക്കുന്ന പ്രഖ്യാപനം ഇതായിരിക്കും. ഈ സന്ദർഭത്തിൽ നമുക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര സംഭവത്തെ ഓരോ വിഷയങ്ങളും നമുക്ക് നടപ്പാക്കാം. അതിൽ ലാസ്റ്റ് കഴിഞ്ഞ വില്യാസിന്റെ ഖുതുബത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറെ വിഷയങ്ങളാണ് ചൊന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തത്തെ മേൽവൈത്ത്, സ്വന്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മേൽവൈത്ത് ഹീകുമൊന്ന് മരിക്കും റെഡിയായിട്ട് ഒരു വഹ്ദാനിയത്തിനെ പ്രഖ്യാപനാക്കിയത് കാരണമായിരിക്കും. അതല്ലാതെ ഏതാവും കച്ചവടത്തില ഏതാവും ബിസിനസ്സില അധികാരം പിടിച്ചെടുക്കും അല്ലേ അല്ല. സ്വന്തത്തെ എന്തായ ഭൗതികമായ സാധനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്ദാനിയത്തിനെ പ്രഖ്യാപനാക്കിയത് കാരണത്തിൽ സ്വന്തം അബ്ബൽ നിന്ന് ദൂരാക്കപ്പെട്ടത്, റായതകളിൽ നിന്ന് ദൂരാക്കപ്പെട്ടത് എല്ലാവരും കൂടിയിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊല്ലുമ്പോഴേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ബൽക്കൈത്ത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ലക അല്ലാഹു മയ്യു പരവസരികു അത്യുത്തമനായ അല്ലാഹു വൈദിക്റാണ് ചൊല്ലുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചൊലിക്കുന്ന തീരെ പോലും എയർ കണ്ടീഷൻ പോലെ കോൾഡാക്കി സമാധാനമാക്കി വിട്ട ചരിത്രം ഞങ്ങൾ കഴിഞ്ഞ വന്ന് പഠിച്ചല്ലേ. അതിൽ പിന്നെ അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ പരീക്ഷത്തിൽ വിജയിച്ചിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ തരാജത്തു. ദുആനെ ആരൊട്ടിಗೆ ഇരിക്കരെ അല്ലാഹുവോട്ടിಗೆ ഇരിക്കരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിന്നെ ഹാജറ റളിയല്ലാഹു അൻഹാക്ക് കിടാവരെ കൊടുത്തു അല്ലേ. അങ്ങനെ കിടാവരെ കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, നിങ്ങൾ പെഞ്ഞേരും കിടാവരും ആറും ഇല്ലാതെ പോతే അക്കാത്തിൽ മുട്ടുമാർക്കും ചൊല്ലുന്നതായിരിക്കും. മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, ഇതിനൊക്കെ മനസ്സിലാക്കുന്ന പോലത്തെ വിഷയം ഫിലസ്തീനിൽ നിന്നിട്ട് മക്കത്തേക്ക് എത്ര 1000 കിലോമീറ്റർ തോറും ഫ്ലൈറ്റ് ഒരു വെഹിക്കിൾസ് ആയതും ഇല്ലാത്ത പോലത്തെ കാലഘട്ടം. ചിലപ്പോൾ വന്നെത്തായ കത്യമായത്തെ മൃഗത്തെ മേൽ വന്നിട്ട് ആ ചൂടും അർത്ഥത്തിലുള്ള ശക്തമായ അവസ്ഥയിലേക്ക് യാത്ര സഹിച്ചിട്ട് ഇവർ പറഞ്ഞു അല്ലാഹു എന്തും ത്യാഗാക്കുന്ന സന്നദ്ധമായ ഒരു വ്യക്തിത്വം. അങ്ങനെ വന്ന് ആ ഉമ്മരും ആ കുഞ്ഞിലും ചെറിയ കിടാവരും മരുഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡറിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഖാല ലഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം മുസ്ലിം ആവሩ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ ലോകത്തെ റബ്ബുക ഇതിനെ മുസ്ലിമായാലും ഞങ്ങളുടെ അവകാശം ഹക്കുമണ്ടനാക്കുക ഞങ്ങൾ മുസ്ലിം ചൊത്തു ആയ ഞങ്ങളെ ഇസ്ലാമും ഞങ്ങളെ മുസ്ലിം തരത്തിലും എത്ര സത്യസന്ധമുള്ള ചൊന്നത് ആര് മനസ്സിലാക്കണ വിഷയങ്ങൾ സഹോദരന്മാരെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മില്ലത്തിലേക്ക് ഞങ്ങൾ ഫോളോ ഒക്കെ ചൊന്നത് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ റളിയല്ലാഹു അൻഹായും ആ കിടാവരെ മുട്ടുപന്റെ പോലത്തെ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി നോക്കറോള. ആ ഉമ്മ പെണ്ണിങ്ങ ചൊല്ല്, യാ ഇബ്രാഹിം നിങ്ങൾ എവിടേക്ക് പോണ്ടേ ഞങ്ങളെ മുട്ടുത്തു, എവിടേക്ക് പോണ്ടേ നിങ്ങൾ ഉണ്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെഞ്ഞേരും കിടാറും ഒർക്കം ഇങ്ങനെ മുട്ടുത്തു പോവാനാ ചൊന്നത്. ഹാജറ റളിയല്ലാഹു അൻഹ ഒന്നുമില്ല വിഷയം സ്വന്തം ജീവിച്ചിട്ട് ജീവനം നടത്തുന്ന പെഞ്ഞയല്ലേ. അപ്പൊ മുഹമ്മദ് രണ്ടാമത്തത് കേൾക്കുന്നത്, യാ ഇബ്രാഹിം നിങ്ങൾ എവിടേക്ക് പോണ്ടേ, ഇല്ല ഉത്തരം ഇല്ല. മൂന്നാമത്തേത് കേൾക്കുന്നത്, അതിൽ പിന്നെ കേൾക്കുന്നത് ആ അല്ലാഹു ബി അമറക ഹാദാ, ഇങ്ങനെ ആവണമെന്നായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഓർഡർ ആക്കിയതായത് അതെ ബല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ര ചൊത്താമത്തു അല്ലാഹുവിന്റെ ഹുക്കുമിനെ പാലനാക്കുന്ന വ്യക്തിത്വ ചൊന്നത് പെഞ്ഞയായ ഹാജറ റളിയല്ലാഹു അൻഹ നല്ല മനസ്സിലാക്കി. അല്ലാഹുവിന്റെ ഓർഡർക്ക് നിങ്ങൾ ഇത് പാലനാക്കാതെങ്കിൽ വേറെ ഒരു മുണ്ടാട്ടമില്ല പോറും ചൊല്ലതായിരിക്കും അല്ലെ. ചിലപ്പോൾ ഞങ്ങളെ പെണ്ണിങ്ങൾ ചൊല്ല എത്ര അവസ്ഥ പോവാ നിങ്ങൾ ഞങ്ങളെ മികിടാവരെ മുട്ടത്ത് പോകണു നിങ്ങൾക്ക് എങ്ങനെ മനസ്സുണ്ട്, നിങ്ങളതൊരു മനസ്സാ, നിങ്ങളൊരു കല്ല് ഹൃദയല്ലേ, ഇങ്ങനത്തെ ഇങ്ങനെ കുറെ പരാതിക്കാത്ത് കുറെ ആശയിക്കാത്ത് കുറെ പകിക്കാത്ത് അല്ലേ. അങ്ങനെന്തുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ അല്ലേ നിങ്ങൾക്ക് പോലെ ഫോളോ ആക്കുള്ളത്. നിങ്ങടാണെന്നുമില്ല സമ്മതി തന്നെ പോറു നിങ്ങൾ ആര് ചൊല്ലുന്നത്. ഒരു പെണ്ണിങ്ങ പ്രകൃതിയെ ദുർബലായിരിക്കുന്നത്, അതും ഒരു കിടാ
വിളിക്കുന്നപ്പോഴത്തെ പൈത തൊണ്ണൂത്താമത് മനസ്സിലാക്കും അവസ്ഥ എങ്ങനെ കൂച്ചോണ്ടത്. അങ്ങനത്തെ സന്ദർഭത്തിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൈവിടല ചൊല്ലെ ആ മാത്രമായ തവക്കുലിന്റെ മൽക്കൈതിക്ക് ഹാജറ റളിയല്ലാഹു അൻഹ ചൊല്ലെ. ഇതിൽ 3 വിഷയമേന്നു. ഒന്ന് ഒരു പെണ്ണിക്ക് അല്ലാഹുവിന്റെ മേൽ അത്യന്തമായ വിശ്വാസമേന്നു. മാപ്പിളയുന്നില്ലെങ്കിൽ എന്തേ ആറിന്നില്ലെങ്കിൽ എന്തേ തന്റെ റബ്ബുള്ളാണ് ചൊല്ലത്. എന്റെ മേലെ എന്റെ റബ്ബ് നിരീക്ഷിച്ചോത്തുള്ളതാണ് ചൊത്തു. മറുഭൂമി ചൊന്നെന്താ എനിക്ക് ಗೊತ್ತುಂಟು. മറുഭൂമിയിൽ ഈ ദിക്കുകൾ നോക്കിയെന്തായ മറുഭൂമിയെ, ഈ ദിക്കുകൾ നോക്കിയെന്തായ മറുഭൂമിയെ, ചുറ്റുമുത്തു നോക്കിയെന്തായ മറുഭൂമിയെ, എവിടെ റോഡ് എന്തേ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാ, ആളുണ്ടാ, ജനസമൂഹം ഉണ്ടാ, ഒന്നുമില്ലാത്ത പോലത്തെ കടലിന്റെ നടുവിൽ വിട്ട് പോലത്തെ നിഷേധിക്കരുത്. മറുഭൂമിയിൽ മൗത്തല്ലാത്ത വേറൊന്നും നിരീക്ഷിക്കുകയില്ല. ശക്തമായ ചൂടും പൊടിക്കാത്തും ഇതുള്ള പോലത്തെ ഒരു ജാഗേതിക്ക് മറുഭൂമി ചൊല്ലത് അല്ലേ. അങ്ങനത്തെ സന്ദർഭത്തിലും ഹാജറ റളിയല്ലാഹു അൻഹയ്ക്ക് എന്തുണ്ട് കാലത്തിൽ തന്നെയും കൊമന്നെ പോലത്തെ ഈ തവലമേ അല്ലേ. ആ അത്തരമല്ലാത്ത വേറെ ഒരു ഫുഡ് ഒരു ടെന്റ് ഒരു തേക്കുള്ള വ്യവസ്ഥ എന്തും ഇല്ലാത്ത പോലത്തെ ഒരു സന്ദർഭം. ആനായ ഹാജറ റളിയല്ലാഹു അൻഹ ചൊല്ലത് പോറും അല്ലാഹുവിനെ കൈവിടല്ല. തവക്കുലായി തിക്കരുത്. അല്ലാഹുവിനെ മനസ്സിലാക്കി ഒരു പെണ്ണിങ്ങായി തിക്കരുത്. അല്ലാഹുവിനെ മേലെ തവക്കുലാക്കി ഒരു പേടിയുമില്ല. ആരും പേടിക്കുന്നില്ല. ഒരു അന്ധകാരത്തെ പേടിയുമില്ല, പൈസയെ പേടിയുമില്ല, മൗത്തിന് പേടിയുമില്ല, എന്തുമില്ല. രണ്ട് കുഞ്ഞിനെ അല്ലാഹു വിടവ് ചൊന്നാണെന്നെങ്കിൽ ഇതിൽ എന്ത് അല്ലാഹു വിധിക്കാണ് അതിന് ഞാൻ റെഡി ചൊന്നില്ലേ. ആ അല്ലാഹുവിനെ മേൽ തവക്കുലും അതിൽ മറ്റേ പരീക്ഷണത്തിൽ എടുക്കുന്ന മനസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല മേലെ നല്ല സബറുമായി തിക്കരെ അല്ലാഹുവിനൊട്ടിലെ പ്രതിഫല കിട്ടും. അല്ലാഹു എന്റെ കൈവിടല ചൊന്നില്ലേ പ്രതീക്ഷ വൈദിക്കുന്നു. 3 വിഷയം. ഒന്ന് അല്ലാഹുവിനെ മേലെ തവക്കുൽ, രണ്ടാമത്തേത് ആ മാർഗത്തിൽ എടുക്കുന്ന സബറും, മൂന്നാമത്തേത് ആ മാർഗത്തിൽ ത്യാഗം അല്ലാഹുവിനുള്ളത് എന്തായാലും നല്ല ഉത്തമമായ പ്രതീക്ഷ. ഇതല്ലാത്ത വേറെ ഇല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ചൊത്തു നിങ്ങൾ പോറും അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊത്ത പേടിക്കണ്ട, ഹാജറ പേടിക്കണ്ട, ഞാൻ അല്ലാഹുവിന്റെ റസൂലായി തിക്കര. നീ എവിടെ പിടിച്ചെത്തായി ഞാൻ എന്റെ ബിലിക്ക് ഉത്തര തണ്ട, ഞാൻ എന്റെ രക്ഷപ്പെടുത്തരാൻ ചൊത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ചൊത്തുമില്ല. ഹാജറ റളിയല്ലാഹു അങ്ങനെ വിശ്വാസം വെച്ചിട്ടുമില്ല. കാരണം ഹാജറ റളിയല്ലാഹു അൻഹ ಗೊತ್ತುಂಟು ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്റെ ബിലി ദൂരത്തെ പ്രദേശത്ത് കേൾക്കാൻ അതുകൊണ്ട് തിക്കര് മുട്ടയ്ക്ക് മോതി കേട്ട നിങ്ങൾ എന്റെ മുട്ടത്ത് എവിടെ പോണ്ടേ, നിങ്ങൾ എന്റെ മുട്ടത്ത് എവിടെ പോണ്ടേ. അപ്പൊ പോകുമ്പോ അല്ലാഹുവിന്റെ വാട്ടിന് ചൊത്താമത്തെ തിക്കര് നിങ്ങൾ പോർ അല്ലാഹു എന്റെ കൈവിടല്ല ചൊല്ലേ. നോക്കൂ സഹോദരന്മാരെ, അങ്ങനെ ഹാജറ റളിയല്ലാഹു അൻഹ സഫാ പർവ്വതത്തിന് ഓട്ടു അതേ തിക്കര് സബബ് ഇഖ്തിയാറാക്കരുത്. കാരണത്തെ എന്തായാലും ನಂಗೆ ಎದುರಾಗ ಆಗತ್ತೆ ಉಂಟು ನಂಗೆ ಡಾಕ್ಟರ್ಗೆ ಮರ್ತೆಡ್ಕ ಕಾರಣ ನಂಗೆ ಹಾಜರಾಗೋದೆಲ್ಲ ಅವನು ಅಪ್ಪರ್ತೆ ಇಪ್ಪರ್ತೆ ಆರಾಯಗುಲ್ಲಾರ ರಕ್ಷೆ ಪಡೆದು ಆರಾಯಗುಲ್ಲಾರ ಆರ್ಮಿಲ್ಲಾದ ಬಂದ ಜಾಗಲ್ಲೇ ಆಯ್ತು ಅಲ್ಲಾಹ್ರ ಮೇಲೆ ವಿಶ್ವಾಸ. ഏത് സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെ മേലുള്ള വിശ്വാസം അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനത്തെ ഹാജറ റളിയല്ലാഹു അൻഹ 7 വട്ടം അപ്പുറം ഇപ്പുറം ഓടിതാമത്തുകു അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാത്തിട്ട് കിടാവരെ കാലടിക്കുന്ന ജാഗൽ റെക്കര അടിപാടിട്ട് തന്നിരെ ഭൂമിയുടെ അടിയിലിട്ട് സംസം ചൊല്ല് തന്നിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിപാടിട്ട് ആ ഉമ്മരെ കിടാവരെ രക്ഷപ്പെടുത്തിയത് മാതരി സഹോദരന്മാരെ എന്ത് ആര് പേടിക്കുന്ന വിഷയം ആരെന്നിലേക്ക് ആരെന്നിലേക്ക് അല്ലാഹുവിനെ ചൊല്ല് എന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكه തന്റെ റബ്ബ് അല്ലാഹുവായി തിക്റാണ് ചൊല്ലു. ആ അല്ലാഹു ചൊന്നാൽ പിന്നെ ആ ദീനിൽ നിലനിൽക്കുന്നതായെങ്കിൽ മരിക്കുന്ന ടൈമിൽ മലായികമാർ ഇന്നിട്ട് വന്ന് ചൊല്ലാറ് അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ടെൻഷൻ ആകണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനമാക്കിയ സ്വർഗ്ഗം. കാരണം ദുനിയാവിലും അല്ലാഹുവിന്റെ മേലെ വിശ്വാസം ഞാൻ ഇത്ര ശക്തമായി ചൊല്ലുന്നത് വിശ്വാസമായില്ല എന്തായെങ്കിൽ ഭയങ്കരമായ പരാജയ സഹോദരന്മാരെ. ജോബിന്റെ മേൽ തവക്കുലാക്കിയിട്ട് സ്വന്തത്തെ മേൽ തവക്കുലാക്കിയിട്ട് ഫാമിലിന്റെ മേൽ തവക്കുലാക്കി നിങ്ങൾ ഇന്നില്ല ഞങ്ങൾക്ക് ആറുള്ളാറ് നിങ്ങൾ ഇന്നില്ല ഞങ്ങൾ എവിടെ പോണ്ടേ എന്ത് തിന്നെ ഇങ്ങനത്തെ പലക്കല്ല ഈ ജോബ് ഇന്നില്ല ഞാൻ എന്താക്കി ഏതാക്കി ഇല്ല നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് തന്നെ അവിടെ ഇരിക്കും. ഇതെല്ലാം ഒരു കാരണം മാത്രമാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ മാപ്പിള പെണ്ണെ മക്ക ജോബ് അത് ഇത് ഒരു സബബ് മാത്രമേ. പോണു ടൈം കൊണ്ടുതായി എല്ലാവരെ വിട്ടു പോണു സഹോദരന്മാരെ. അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ മനസ്സിലാക്കണായത് ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ കൊസിമെടുത്താണ് ഇല്ലേ ചൊല്ലുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ അസബർ പാട്ടുന്ന പോലത്തെ പണിയാണ് ഞങ്ങൾ നടക്കുന്നത്.
എന്തായെങ്കിൽ അത്രകാണ്ട് വലിയ നഷ്ടം വേറൊന്നുമില്ല. ആരതാ കൊസിബെടുത്തു മേന്മൈത്ത്, പെഞ്ഞേരെ കൊസിബെടുത്തു മേന്മൈത്ത്, മക്കളെ കൊസിബെടുത്തു മേന്മൈത്ത്, കുടുംബത്തെ കൊസിബെടുത്തു മേന്മൈത്ത്, ജോബിനെ കൊസിബെടുത്തു മേന്മ, എന്തിനായ കൊസിബെടുത്തു മേന്മൈത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക തീരെ സഹോദരന്മാരെ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആർ അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ആക്കറാണ് അവർക്ക് അല്ലാഹുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ തവക്കുൽ ആക്കറ പോലത്തെ ഹഖായ തവക്കുൽ ആക്കിയതായെങ്കിൽ ലറസഖകും കമാ യർസുഖു തൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റിസ്ക് തരുവാണ്. ഒരു പക്ഷിക്ക് എങ്ങനെ റിസ്ക് കൊടുക്കറാണ് അതുപോലെ തഖുദു ഖിമാസൻ വ തറൂഹു ബിതാന. അത് മൂടുൽ നിന്നിട്ട് പാരിത്ത് പോകുമ്പോൾ കാല് വൈത്തിൽ പാരിത്ത് പോണ്ടു അത് പെറവും വരുമ്പോഴത്തേക്കും ടയർ ഫുള്ളായിട്ട് പണ്ട് ആ പാരിത്ത് പോണ്ടത് അതിനെ പണിയായിരിക്കും റിസ്ക് തേടിയ പോണ്ടത് അത് നമുക്ക് വേണമായത് ആയത് റിസ്ക് കൊടുക്കണം അല്ലാഹുവായിട്ടിക്കലാണ് ചൊല്ലുന്നത്. അങ്ങനത്തെ ഹാജറ റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉമ്മ ഹാജറ റളിയല്ലാഹു അൻഹായുടെ മേൽ കരുണ കാട്ടിട്ട് ആ പെണ്ണിനെ സംസം ചൊല്ലുന്നു. ചൊല്ലില്ല എന്തായിട്ടായി ഇട്ട് സംസം ചൊല്ലുന്നത് ഒരു ഒൽക്കിനെ പോലെ പല ഇത് തീരാത്ത മക്കാത്തിൽ എത്ര ആയിരക്കണക്കിൽ കോടിക്കണക്കിൽ മനുഷ്യന്മാർ എത്ര എത്ര തലമാറ് കല്യാണത്തായി ആ തന്നെ പിടിച്ചിട്ട് കൊണ്ടാണ് സഹോദരന്മാരെ ആ മരുഭൂമിയുടെ നടുവിൽ ആ സംസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു നോക്കാം. ഇനി ആ സംഭവം ആർക്കറിയും? ഹാജറ റളിയല്ലാഹു അൻഹു ഇബ്രാഹിം അലൈഹിസ്സലാം കൊത്തിക്കും ഫേസ്ബുക്ക് വാട്സപ്പ് എന്തുമില്ലാത്ത കാലഘട്ടമല്ലേ അത് അല്ലെ? ആയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നെനപ്പിനെ ഇലാ യൗമിൽ ഖിയാമത്തോട് നെനപ്പാട്ടിയ അത് ചരിത്ര സംഭവമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നു ഫേമസ് ആവണം പ്രസിദ്ധി കൊടുക്കണം ഉദ്ദേശിച്ചെന്തായെങ്കിൽ റബ്ബ് അതിനെ നെനപ്പാട്ടാണ് ചൊല്ലുന്നത്. ഇണ്ട് സമയത്ത് ഞാൻ ആ ചരിത്രം നെനപ്പാക്കാൻ നോക്കും. അല്ലാഹു മേന്മയിട്ട് ത്യാഗം റെഡിയായപ്പോഴത്തെ ഒരു പെണ്ണിങ്ങനെ ചരിത്രം. ഇനി ആ ഹാജറ റളിയല്ലാഹു അൻഹ അതെ മാപ്പിലെ ദീനിയായ ഒരു തെരുവ് പോകണമെങ്കിൽ വ്യവസ്ഥ കൊടുത്തു അല്ലാഹുവിന്റെ മാർഗത്തിൽ സബർ എടുത്തു. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു പാട്ടായിട്ട് ഏത് സന്ദർഭത്തിലും പെൻഡിങ് ആയിട്ട് ഞങ്ങളെ പെൻഡിങ് ചിലപ്പോൾ ഈ റൂമിനെ ജാവാകുമ്പോൾ ആ റൂമിൽ പോകുമ്പോൾ പേടിക്കുന്ന പോലത്തെ അവസ്ഥ അല്ലെ? ഈ റൂമിനെ അപ്പുറത്തെ റൂമിൽ പോലെ ജാവാകുമ്പോൾ പേടിക്കും. എല്ലാവരും പേടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. ആരാരും പേടിക്കുകയില്ല സഹോദരന്മാരെ. പേടിക്കണമായത് അല്ലാഹുവിനെ മാത്രമേ അതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണമായത് ഹാജറ റളിയല്ലാഹു അൻഹാരെ ചരിത്രത്തിൽ കിട്ടുന്ന പാഠം. അതേപോലെ ഇനി ഒരു സംഭവം മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലെ ആ നടന്നത് ഓടി കളിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ദമ്പതി ഹാജറ റളിയല്ലാഹു അൻഹ തർബിയത്തിൽ എടുത്ത് പഠിച്ചത് വലിയതായിട്ട് അല്ലെ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ അല്ലാഹു ഖുർആനിൽ ചൊല്ലുന്നു ഫലമ്മ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം. ആ ഓടി നടക്കുന്ന പോലത്തേക്ക് എഴുത്തിന് പ്രായത്തിൽ അല്ലാഹുവിന്റെ പരീക്ഷ എങ്ങനെ നോക്കണം? നക്ക് കിനാവ് കാണുന്നത് മൂന്ന് വട്ടം റിപ്പീറ്റ് ആയിട്ട് കിനാവ് കാണുമ്പോ ഇത് അല്ലാഹുവിന്റെ വഹീയായിട്ട് ചൊല്ലുന്നത് മനസ്സിലാക്കി മോനെ വിളിച്ച് ചൊത്തു. മോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ക് കിനാവ് കാട്ടി അന്നി അർബഹു നിന്റെ അർക്കും വേണ്ടൈറ്റ് യാ ബുനയ്യ ഏ ബിർസത്തെ മോനെ ചൊല്ലുന്നതായിട്ട് നിന്റെ അർക്കും വേണ്ടൈറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ക് കിനാവ് കാട്ടി ഫൻദുർ മാദാ തറാ നിന്റെ അഭിപ്രായം എന്തിനാ മോനെ? അപ്പൊ ഖാല യാ ബതി മോൻ ചൊല്ലുന്ന യാ ബതി എന്നെ ബിർസത്തെ അപ്പ ഇഫ്അൽ മാ തുമർ ഇൻകെന്ത്ര അല്ലാഹു കൽപ്പിച്ചിനാ നിക പാർനാക്കോ സതജിദുനി ജുംല പൽക്കത്തെ പ്രയോഗണോ സതജിദുനി നിക്കടന്റെ കാണുന്ന സാധ്യവും ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചതായി അല്ലാഹുവിന്റെ ഉദ്ദേശത്തിന് വെച്ചിട്ട് ನಾನು ಸಬರ್ എടുക്കാനായിട്ട് കാണുന്ന സാധ്യമാവുന്നത് ആ ചെറിയ വയസ്സിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തെ പൽക്ക പറയുന്നു. അല്ലാഹു വേണ്ടി സ്വന്തത്തെ ത്യാഗമാകും. അപ്പക്ക് റെസ്പെക്ട് കൊടുത്തത് അപ്പക്ക് ദീനിന്റെ പ്രവർത്തന അതുപോലെ സാത്ത് കൊടുക്കും സപ്പോർട്ട് കൊടുക്കും. എല്ലാ അപ്പോഴും തർബിയത്ത് കിട്ടിയ സഹോദരന്മാരെ ഹാജറ റളിയല്ലാഹു അൻഹാരെ തർബിയത്ത് എത്തിക്കുന്നത് അങ്ങനെ ഇന്നത്തെ മക്കളുടെ മൊബൈലിൽ പേരോ അല്ലേ അങ്ക അതിന് പേരോടെ എത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ കൊണ്ടില്ലാത്ത പോലത്തെ ഒരു തലമാറ് പണ്ടി ബന്ധു പണ്ടി എന്തായി അപകട സഹോദരന്മാരെ. ഇതെല്ലാം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തെ ലൈഫിനെ ചേഞ്ച് ആക്കരെ ഞങ്ങളുടെ ജീവിതം എന്തായെങ്കിൽ ഒരു റാഹത്തിന് ഒരു സ്വർണ്ണത്തെ ബംഗാരം ജീവിതാക്കൊണ്ടായെങ്കിൽ അല്ലാഹുവിന്റെ മേലുള്ള വിശ്വാസം അവന്റെ ദീനിനനുസരിച്ചത് മാത്രമേ കിട്ടൂ. അതല്ലാതെ കിട്ടാൻ
അല്ലേ? അതല്ലാതെ കിട്ടാൻ അങ്ങനെ മോന്റെ ആർക്കും കിടപ്പാട്ടിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജണ്ടാവും സറണ്ടർ അപ്പം സറണ്ടർ ചെയ്ത് ജണ്ടാവും സറണ്ടർ ആ കിടാവ് ഇങ്ങനെ മോന്റെ ഇങ്ങനെ കിടപ്പാട്ടി തണ്ട അങ്ങനെ കിടപ്പാടി കത്തി വയ്ക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ കിടാവിനെ സത്യപ്പെടുത്തിയാണ് അല്ലേ സഹോദരന്മാർ. അതിൽ ബദലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർപ്പാടിക്ക് ഞങ്ങളൊട്ടിക്ക് ചൊന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ഒരു മൃഗത്തെ മക്കളെ ചൊന്ന അതങ്ങനെ ചൊന്നേത്തായ ആർക്കിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നോക്കൂ സഹോദരന്മാരെ, ഇതെല്ലാം പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലത്തിനിക ഫോളോ ആക്കുക അതേറ്റിക്ക് നിങ്ങൾ ജീവിതാചൊല്ല്. അതുകൊണ്ട് ഫിർസത്തെ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചിട്ട് ആ വലിയൊരു പരീക്ഷ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്ന ഹാദാ ലഹുൽ ബലാഉൽ മുബീൻ വലിയ പരീക്ഷ. അതുകൊണ്ട് അങ്ങ് അതിൽ ജയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം ഖുർആൻ പഠിപ്പായിട്ടുണ്ട്. ഈ മൂന്നാമത്തെ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ചൊല്ലി മുസ്തലിഫൽ ബൈത്ത് വറങ്ങരുത് ജമറാത്തുൽ കല്ലടിക്കണം ഇന്ന ജാഗത്തിൽ വറങ്ങുന്നത് മാത്രം ഇബാദത്ത്. ജമറാത്തിൽ ഏത് കല്ലടിക്കുന്നത് മാത്രം ഇബാദത്ത്. അവിടെ എന്തെല്ലാം ചൊന്നു പശ്ചരിടാത്ത സവാലില്ലാത്ത അതിനെ അനുസരിക്കുന്നത്. അതുകൊണ്ട് തൗഹീദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പിന്നെ അതനുസരിച്ചിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് ഈ സന്ദേശം പഠിപ്പാട്ട് തന്നെ സഹോദരന്മാർ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആയത്ര ഞങ്ങൾ ഇബാദത്തിൽ നല്ലടിപ്പാടുക അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗ്ഗത്തിൽ ഞങ്ങൾ ഇബാദത്ത് അല്ലാഹുവിന്റെ നിസ്കാരം നിസ്കാരം അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദേശാക്കിയ എല്ലാ കാര്യത്തും ഞങ്ങൾ തീരത്തിൽ ആക്കുക പ്രയത്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യത്തെ കുട്ടിക്കൊണ്ടുക പ്രയത്നാക്കുക. അതേപോലെ ഈ കൊസിന്റെ സന്ദർഭത്തിൽ ഒരുപാട് ആത്മാർ കഷ്ടത്തിലും ദുഃഖത്തിലും ബേജാറുമുള്ള അങ്ങനെ ഞങ്ങൾ സന്ദർശനാക്കുക. അങ്ങനെ കഷ്ടപ്പാടിൽ ഞങ്ങൾ കൂട്ടി നിൽക്കുക. അങ്ങനെ രോഗിയായി എന്തായെങ്കിൽ അങ്ങനെ രോഗത്തിന് എന്തായെങ്കിൽ അങ്ങനെ കൊണ്ടത് സാമ്പത്തികമായിട്ട് സഹായപ്പെടുത്തിയിരുന്നായെങ്കിൽ അതാക്കിട്ട് അങ്ങനെ കൊസിയിൽ ഞങ്ങൾ ഭാഗ്യമാകുക. അതെല്ലാം എന്തായാലും സാന്ത്വനത്തെ പലക്ക ഒരു റാഹത്ത് ഞങ്ങളുടെ കുടുംബത്തെ ആൾമാർ ഞങ്ങളുടെ കുട്ടത്തെ ആൾമാർ ഞങ്ങളുടെ നിരക്കത്തെ ആൾമാർ എല്ലാവരും ആരും ബേജാറില്ലാത്ത പോലെ ഗരിഷ്ഠ ശ്രമിക്കുക പ്രയത്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك يا مقلب القلوب ثبت قلوبنا على دينك يا مصرف القلوب صرف قلوبنا إلى طاعتك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل الله منا ومنكم صالح الأعمال. السلام عليكم ورحمة الله وبركاته.